ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മരിയാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സൗകര്യമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 66:1-2 വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രാമസ്ഥലം ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ നാം കാണുന്നു. ആഴമായ ഒരു വിഷയമാണിത്. ആരാണ് നമ്മുടെ ദൈവം? അവൻ്റെ മഹത്വം എത്ര വലിയതാണ്! ആകാശം അവൻ്റെ കൈവേലിയും ആകാശവിധാനം അവൻ്റെ മഹത്വത്തെയും പ്രസ്താവിക്കുന്നു. സങ്കീർത്തനം 19:1. ഞങ്ങളുടെ യഹോവയായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സങ്കീർത്തനം 8:1. ഭൂമിയിലും ആകാശത്തിലും ദൈവനാമം എത്ര മഹത്വമേറിയതായിരിക്കും. യഹോവേ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളൊക്കെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. സങ്കീർത്തനം 88:5. ദൈവത്തിൻ്റെ മഹത്വം സ്വർഗത്തിലും ആകാശത്തിലും ഭൂമിയിലും വിശുദ്ധന്മാരുടെ സഭയിലും മഹിമപ്പെട്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവും ആയിരിക്കുന്ന ദൈവമഹത്വം എത്ര വലിയതാണ്! അവൻ്റെ മഹത്വം എങ്ങും ഒതുങ്ങയില്ല. യഹോവയായ ദൈവം ചോദിക്കുകയാണ്: നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എനിക്ക് വിശ്രാമസ്ഥലം ഏത്? മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വലിയ കാര്യങ്ങൾ ചെയ്താലും അതിലൊന്നിലും ദൈവം പ്രസാദിക്കുന്നില്ല. ഞാനാണ് ഇതിനെയൊക്കെയും ഉളവാക്കിയത്. എൻ്റെ കൈ വിരുതാണ് ഇതൊക്കെയും. മനോഹരമായ പൂക്കളും പ്രകൃതി സൗന്ദര്യവും നോക്കി ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? അവയുടെ ഭംഗി കാണുമ്പോൾ നാം അറിയാതെ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ ഇതിലൊന്നിലും താൻ പ്രസാദിക്കുന്നില്ല. ദൈവം നമ്മെ നോക്കി പറയുകയാണ്: അരിഷ്ടനും മനസ്സ് തകർന്നവനുമായ എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം സന്നിധിയിൽ മനസ്സ് തകർന്നവനും ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവരെയുമാണ് അവൻ കടാക്ഷിക്കുന്നത്. തകർന്ന ഹൃദയം നുറുകിയ മനസ്സ് അവൻ നിരസിക്കുകയില്ല. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. ഹൃദയം നുറുങ്ങിയവർ യഹോവയുടെ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിര്വാണ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ ഹന്യാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. തകർന്ന ഹൃദയം നുറുകിയ മനസ്സും നിരസിക്കാത്ത ദൈവമാണ് നമ്മുടേത്. അവനിൽ ആശ്രയിക്കാം, അവനിൽ മാത്രം ആശ്രയിക്കാം. 52-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ: എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ രക്ഷയും എൻ്റെ ദൈവത്തിൻ്റെ പക്കലാകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. സങ്കീർത്തനക്കാരൻ്റെ അനുഭവമാണിത്. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന ഉറപ്പ് സങ്കീർത്തനക്കാരനുണ്ട്. നമുക്കും അങ്ങനെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. അവൻ എൻ്റെ പ്രത്യാശയാണ്, അവൻ എൻ്റെ പാറയാണ്, എൻ്റെ രക്ഷയാണ്, എൻ്റെ ഗോപുരമാണ്, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയുമാണ്. ഞാൻ അവൻ്റെ പക്കലാണ്. എത്ര നല്ല ഉറപ്പാണ്! അതുകൊണ്ട് നാം എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കാം. നമ്മുടെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ പകരാം. അവൻ നമ്മുടെ സങ്കേതമാണ്. നാം അവൻ്റെ സന്നിധിയിൽ ഒരു ശ്വാസവും ബോഷ്കുമാണ്. തുലാസിൽ വെച്ചാൽ നാം പൊങ്ങിപ്പോവും. നാം ഒരു ശ്വാസമത്രേ. എന്നാൽ ബലം ദൈവത്തിലുള്ളതാണ്. ദൈവത്തിൽ ബലം അവനിലുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അവർ കണ്ണുനീർ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് അവരുടെ മനസ്സിൽ. അവർ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടന്നാലും അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമാകുന്നു. അവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു.
എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. എത്ര നല്ല പ്രത്യാശ! നമ്മുടെ അനുഭവം എത്ര മഹത്തേറിയതാണ്! നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! അവനിൽ ആശ്രയിക്കുകയും അവനിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാം. ദൈവമഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും പ്രത്യാശയോടെ ജീവിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.